ഗസ ഒരു രാജ്യമായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ തുടിപ്പും മിടിപ്പും ജീവിതോപാധികളും ആ ദേശത്തിനുണ്ടായിരുന്നു. അതങ്ങനെ സമൃദ്ധമായ രീതിയിലും സന്തോഷത്തോടും കൂടിയാണ് കഴിഞ്ഞു പോയത്. ഒരു രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാന കാര്യങ്ങളും വളരെ കൃത്യമായ രീതിയിൽ പരിരക്ഷിച്ച ദേശത്തിൻ്റെ പേരാണ് ഗസ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് ഗസയാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. എന്തൊക്കെയായിരുന്നു അവിടുത്തെ സംവിധാനങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിക്കാം. എന്തുകൊണ്ട് ഗസയെ കീഴടക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒക്ടോബർ 7, 2023 അന്നത്തെ ദിവസമാണ് ഇന്നത്തെ ഗസയുടെ നാശത്തിൻ്റെ ആരംഭം കുറിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിനു മുൻപുള്ള ഗസയെ സംബന്ധിച്ചിടത്തോളം വളരെ സമൃദ്ധമായിരുന്നു, വളരെ ശക്തമായിരുന്നു, വളരെ പൈതൃകമായിരിക്കുന്ന ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടിയും പരസ്പര ബഹുമാനത്തോടു കൂടി കഴിഞ്ഞു വരുന്നത്. ഫലസ്തീനികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ ബഹുമാനമാണ്. ഒരാൾ കാണുന്ന സമയത്ത് സ്നേഹത്തിനപ്പുറം വലിയ ബഹുമാനം കീപ്പ് ചെയ്യുന്നവരാണ്. അത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനത് കണ്ടിട്ട് പലസ്തീനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്ന സമയത്ത് വലിയ സൗഹൃദത്തിൽ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ അവരങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുകയും സങ്കടങ്ങൾ പങ്കുവയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതികൾ സാധാരണ അവർക്കിടയിൽ ഉണ്ടാവാറുണ്ട്. എന്തൊക്കെ തകർച്ചയാണ് ഉണ്ടായത് എന്ന് നോക്കിയിട്ട് നമ്മൾ പോകും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പൗരാണികമായിരിക്കുന്ന ചരിത്രത്തിൻ്റെയും ഒരു രാജ്യ സംവിധാനത്തിൻ്റെയൊക്കെ രൂപം നമ്മൾക്ക് കിട്ടും. ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകൾ, കോടതി, പോലീസ് സ്റ്റേഷൻ, ജയില്, സാമൂഹ്യ സ്ഥാപനങ്ങൾ, ചരിത്ര മ്യൂസിയങ്ങൾ, പുരാതന മന്ദിരങ്ങൾ, ബിൽഡിങ്ങുകൾ, താമസ സ്ഥലങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ബോട്ടുകൾ, തോണികൾ, ബിസിനസ് മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം തകർക്കപ്പെട്ടതാണ്. അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇതിപ്പോൾ 1, 2 നമ്മൾ എണ്ണം പറയില്ല. ആശുപത്രി എന്ന് പറയുന്ന സമയത്ത് ഇത്ര ആശുപത്രി എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ ഇപ്പോൾ വിദ്യാഭ്യാസം നടക്കുന്നില്ല, സ്കൂൾ കുട്ടികൾ പോകുന്നില്ല, ഏതെങ്കിലും സ്ഥലത്തേക്ക് വാഹനത്തിന് വേണ്ടി ബസ്സിന് വേണ്ടി ആളുകൾ യാത്രയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല, യാതൊരു യാത്രാ സൗകര്യങ്ങളും ടാക്സികൾ ഓടുന്നില്ല, സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തകർത്തെറിയപ്പെട്ടിട്ടുണ്ട്. ഒരു രാജ്യ സംവിധാന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നീട് അവിടെ ഇവരെല്ലാവരും ഇവിടുത്തെ ടെൻറ്റുകൾ, ഭക്ഷണങ്ങൾ, കുടിവെള്ളം, മരുന്നുകൾ ഇതെല്ലാം അവിടെ തടയപ്പെട്ടു. അപ്പോൾ എന്താ, മരണസംഖ്യ കൂടും. ടെൻറ്റുകൾ നൽകാൻ തയ്യാറാണ്, പക്ഷേ എത്തിക്കാൻ സംവിധാനമില്ല, അത് തടയപ്പെടുന്നു. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കുന്നവരും വെടിവെപ്പ് നടത്തുന്ന 150ഓളം ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി വെടിവെപ്പുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഔദ്യോഗികമായി UN തന്നെ സ്ഥിരീകരിച്ചതാണ്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയം, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതെല്ലാം തടയപ്പെട്ടത് നമുക്കറിയാവുന്നതാണ്. ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, നിയമപാലകർ, രാഷ്ട്രീയ നേതാക്കൾ, കലാകാരന്മാർ ഇതിലെല്ലാം വലിയൊരു ജനാവലി മരണപ്പെട്ടിട്ടുണ്ട്. കണക്ക് നോക്കുന്ന സമയത്ത് 61,944 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 1,55,000-ലധികം പേർക്ക് പരിക്ക് പറ്റി. 2,700 കുട്ടികൾ പോഷകാഹാരം മൂലം മരണപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. ഇതിൽ 7,80,500 പേർ കുടിയിറക്കപ്പെട്ടു അവരുടെ താമസ സ്ഥലത്തുനിന്ന്, വീട്ടിൽ നിന്നോ ഫ്ലാറ്റിൽ നിന്നോ ഒക്കെ. എന്തൊക്കെ നഷ്ടങ്ങൾ ഈ ഗസക്കുണ്ടായിട്ടുണ്ട്. അവരുടെ ഹമാസ് നേതാക്കളിൽ പരമാവധി ആളുകളെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ട്. അതിൽ ഇസ്മായിൽ അനിയ, യഹ്യ സിൻവാർ, സാലെ അൽ അറൂറി, മുഹമ്മദ് ദെയ്ഫ്, മർവാൻ മൗസ ഈസ, സാമഹ് അൽ സറാജ്, മഹമ്മൂദ് അബു വത്തഫ, മുഹമ്മദ് ഷബാന, മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്ന സമയത്ത് യഹ്യ സിൻവാറിൻ്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. ഹമാസിൻ്റെ രണ്ടാമത് അധികാരം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം വധിച്ചു. ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് 898 ഈ സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ എണ്ണത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു യുദ്ധമുഖത്ത് രാജ്യം അങ്ങനെ സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തു വിടില്ല എന്നുള്ളത് ഉറപ്പാണ്. 41 ടാങ്കുകളും 335 വാഹനങ്ങളും, യുദ്ധവാഹനങ്ങൾ 500+ ആണ് പറയുന്നത്. ആർമഡ് വെഹിക്കിൾസ്, അത് ചെറിയ വെഹിക്കിളാണ്. ഇത്രയും നഷ്ടങ്ങൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചു. അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളോട് വേറെയും പറയുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ചെലവ് കണക്കാക്കുന്നത് ഇതുവരെ ആയിട്ട് $67.6 ബില്യൺ നഷ്ടം അല്ലെങ്കിൽ ബാധ്യത ഇപ്പം നിലവിൽ ഇസ്രായേലിനുണ്ട് എന്നാണ് പറയുന്നത്.
ഗസ എന്ന് പറയുന്ന പ്രദേശം 365 ചതുരശ്ര കിലോമീറ്റർ, അതായത് 141 മൈൽ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ 41 കിലോമീറ്റർ നീളവും 6 മുതൽ 12 കിലോമീറ്റർ വരെ വീതിയുമുള്ള ഒരു പ്രദേശമാണ്. 6-12 എന്ന് പറയുന്ന സമയത്ത് ചില സ്ഥലത്ത് ഇടുങ്ങിയ ഭാഗമാണ്, ചില സമയത്ത് കുറച്ച് വീതിയുണ്ട്. അങ്ങനെ 6 മുതൽ 12 കിലോമീറ്റർ വരെ വീതി, 41 കിലോമീറ്റർ നീളം. നമുക്ക് കണക്കാക്കാവുന്നേ ഉള്ളൂ എത്രത്തോളം ചെറിയ രാജ്യമാണ്, ചെറിയ പ്രദേശമാണ് എന്നുള്ളത്. ജനസംഖ്യ 2.2 ദശലക്ഷം, അതായത് 22 ലക്ഷം ജനങ്ങൾ 2023 കണക്ക് പ്രകാരം ഗസയിലുണ്ട്. 2024-25 2.1 മുതൽ 2.3 വരെ ദശലക്ഷം കണക്കാക്കുന്നു. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് ജനസംഖ്യ 1 ലക്ഷത്തോളം കുറഞ്ഞതായിട്ട് കാണുന്നു, ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 1 ലക്ഷത്തോളം ജനസംഖ്യ കൂടുതലായിട്ടും കാണുന്നു. അത് ജനന മരണ നിരക്കുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. കാരണം ഇത് ആദ്യത്തെ 2023 കണക്കാണ്, ഇപ്പോൾ പറയുന്നത് 2024-25 കണക്കാണ്. അത് UN സഭയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കണക്ക് വരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അവിടെ വിദ്യാഭ്യാസ മേഖലക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ദേശമാണ് ഗസ എന്ന് പറയുന്നത്. സാർവത്രിക വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുപാട് പദ്ധതികളും സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ ഗസയിലുണ്ട്. നമുക്കടുത്ത യൂണിവേഴ്സിറ്റിയുടെ വിവരങ്ങൾ നോക്കാം. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗാസ 978 സ്ഥാപിച്ചത്. 16,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തി ഭാഗികമായിട്ട് തകർന്നു, പിന്നീട് വീണ്ടും സ്ഫോടനം നടത്തി മധ്യഭാഗവും തകർന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പ്രവർത്തനമില്ലാത്ത രീതിയിൽ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. അൽ അക്സ യൂണിവേഴ്സിറ്റി 955 സ്ഥാപിച്ചത്. ഏറ്റവും പഴക്കം ചെന്ന ഗസയിലെ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ് അൽ അക്സ യൂണിവേഴ്സിറ്റി. 16,000-ലധികം കുട്ടികൾ പഠിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്. അങ്ങനെ ആകെ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ള പഠന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് അപ്ലിക്കേറ്റഡ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോളേജ്, സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം 998 അത് സ്ഥാപിച്ചത്. 8,500 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. മുഴുവൻ നശിച്ചുപോയി സ്ഫോടനം കൊണ്ട്. പിന്നെ ഒരു ഈ ടെക്നോളജി കോളേജ്, പാലിയേറ്റീവ് ടെക്നോളജി പോലെയുള്ള ഒരു കോളേജ് നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് പലസ്തീൻ ടെക്നിക് കോളേജ് എന്നാണ്. ടെക്നിക്കൽ കോളേജ് 1800 വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. അങ്ങനത്തെ ഒരു കോളേജ് തന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇസ്രാ യൂണിവേഴ്സിറ്റി ഓഫ് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിൽ 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പിന്നെ പാലസ്തീൻ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥാപനം. അങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയൊരു സ്ഥാപനമാണ് ഗസ എന്ന് പറയുന്ന പ്രദേശം. കാര്യം അവർ പറയുന്നത്, നമ്മൾക്കൊരു സർക്കാർ സംവിധാനം കുറ്റമറ്റ രീതിയിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം ഇല്ലെങ്കിൽ ലോകം നമ്മൾ അംഗീകരിക്കില്ല. മറ്റ് ലോക രാജ്യങ്ങളിൽ പോയിട്ട് തൊഴിലെടുക്കാനും അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിലോ അല്ലെങ്കിൽ രാജ്യത്തുള്ള ഭരണ സംവിധാനത്തിലോ ഇടപെടാനൊക്കെ വിദ്യാഭ്യാസപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാവൽ നിർബന്ധമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അപ്പാടെ തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഹോസ്പിറ്റലിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പല രാജ്യങ്ങളും ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്തോനേഷ്യൻ ഹോസ്പിറ്റൽ, അവിടുത്തെ ബെയ്ത്ത് ഇലാഹിയയിലാണ് 2016 അവരുണ്ടാക്കുന്നത്. അത് തകർക്കപ്പെട്ട ഹോസ്പിറ്റലായിട്ടാണ് കാണുന്നത്. പകുതിയിലധികം തകർന്നു പോയിട്ടുണ്ടെന്നാണ്. ചില ഭാഗങ്ങളിലൊക്കെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്, നടക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടും ഉണ്ട്. അൽ അഹ്ലി അറബ് ഹോസ്പിറ്റൽ, അത് ഗാസ സിറ്റിയിലാണ് അൽ അഹ്ലി അറബ് ഹോസ്പിറ്റൽ ഉള്ളത്. അത് 1882 സ്ഥാപിച്ചത്. അത് ക്യാൻസർ ഹോസ്പിറ്റലാണ്. 1882 എന്ന് പറഞ്ഞാൽ ഭയങ്കര പഴക്കമുള്ളത്, ഏറ്റവും വലിയ പഴക്കമുള്ളതാണ്. അത് ഈ മിഷണറി വിഭാഗം, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടായത് എന്ന് പറയുന്നു. അവരാണ് സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. 36 ആശുപത്രിയിൽ പകുതിയിലധികം തകർക്കപ്പെട്ടു. 1400-ലധികം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇനി അതിൻ്റെ വരുമാന സംബന്ധമായ രീതിയിൽ ഗസക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്, അവരെങ്ങനെ ജീവിച്ചു പോരുന്നു എന്നൊക്കെ പല ഘട്ടങ്ങളിലും ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് അതൊരു നോക്കാം. വിദേശ സഹായം യൂറോപ്യൻ യൂണിയനും ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളുമാണ് പരമാവധി ഗസയെ സഹായിക്കുന്നത്. ഈ പൊതുവരുമാനത്തിൻ്റെ 50%-ലധികവും വിദേശ വരുമാനത്തിൽ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത്. ഒലിവ് മരം, സ്ട്രോബെറി, പച്ചക്കറി, പൂക്കൾ എന്നിവ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. ഗാസ സ്ട്രിപ്പ്
ചെറുതാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട് അറിയോ, കാർഷിക മേഖല ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. കാര്യം വെച്ചാൽ മറ്റൊരു സംവിധാനം അവിടെ ഇല്ല, ജീവിക്കാൻ മറ്റ് ഉപായങ്ങളും ഒന്നുമില്ല. കാരണം നമ്മൾ 41 കിലോമീറ്ററാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് കാർഷിക മേഖല ആശ്രയിക്കുന്നത് കൂടുതലാണ്. പിന്നെ മത്സ്യബന്ധനം നടക്കുന്നുണ്ട്, അതിന് നിയന്ത്രണങ്ങളുണ്ട്. 6 മുതൽ 12 നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് മാത്രമേ ഫലസ്തീനികളുടെ അല്ലെങ്കിൽ ഗസക്കാരുടെ ബോട്ട് അല്ലെങ്കിൽ തോണി പ്രവേശിക്കാവൂ. അങ്ങോട്ട് അതിൻ്റെ അതിർത്തി കടന്നു പോയാലോ ഇസ്രായേൽ സൈന്യം പിടികൂടും. പിന്നെ ജയിൽ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കേസ് നിയമപരമായ രീതിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഇവിടെ വലിയ നിയന്ത്രണങ്ങളുണ്ട്. കടകൾ, മാർക്കറ്റ് വ്യാപാരങ്ങൾ, ടാക്സി, കൈത്തൊഴിൽ, ഇതെല്ലാം അവിടെ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ നിശ്ചലമായി. അപ്പോൾ പിന്നെ ഇസ്രായേലിൻ്റെ ഈ തൊഴിൽ മേഖല, ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്ത് ഫലസ്തീനികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനൊരു പ്രത്യേക ID കാർഡ് വേണം, ഇസ്രായേൽ ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്. അത് ID കാർഡ് പ്രയോഗിച്ച് കഴിഞ്ഞിട്ട് അവിടെ തൊഴിലെടുക്കുന്നവർ 15,000-ലധികം ഉണ്ട് എന്ന് പറയുന്നു. അത് 30,000-ഓളം എന്നുള്ള റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നല്ലൊരു ശതമാനം എന്ത് ചെയ്യും, ഗസയുടെ അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവർ തൊഴിലെടുക്കുന്നു. എന്നിട്ട് വൈകിട്ട് തിരിച്ചു പോരുന്നവരുണ്ട്, അവിടെ താമസിക്കുന്നവരുണ്ട്. അങ്ങനെ 15,000-ലധികം തൊഴിൽ മേഖല ഇസ്രായേലിനെ ആശ്രയിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. വൈദ്യുതി, വെള്ളം, ഭക്ഷണം, മരുന്ന്, ഇത് പ്രധാനമായിട്ടും അവിടെ വിതരണം ചെയ്യുന്നത് UN നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണ്. ഇതൊക്കെ അവിടെ പ്രത്യേകമായിട്ട് അവിടെ കിണർ സംവിധാനങ്ങളുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും അവർ കടലിനോട് ചേരുന്ന സമയത്ത് ഈ ഉപ്പുവെള്ളം കിട്ടുമ്പോൾ അത് കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കാത്തൊരു സംവിധാനമുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് വൈദ്യുതി കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, ഭക്ഷണമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഈജിപ്തിൻ്റെയും UN നേതൃത്വത്തിലുള്ള സംവിധാനമാണ്. ഇസ്രായേലും കൂടി ചേർന്ന് കൊടുക്കുന്നുണ്ട്. ഇസ്രായേലും കൂടി സംയുക്തമായ രീതിയിലാണ് ചേർന്ന് കൊടുക്കുക. അപ്പം നമ്മളിത് പറയുന്ന കാര്യം, യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്നത് ഇത് ഒരു രാജ്യം തന്നെയാണ്. മറ്റുള്ള ലോകരാജ്യത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതിൻ്റെ ഉപാധികളും സംവിധാനങ്ങളുമുള്ള ആ രാജ്യം സമൃദ്ധമാവണം, ഉയരണം എന്ന് ആഗ്രഹിക്കുകയും താല്പര്യം ചെയ്തുകൊണ്ട് ഈ ഒരു രാജ്യമായിട്ട് സംവിധാനിച്ചിരിക്കുന്ന ഒരു ദേശത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്നത്.